മലപ്പുറത്തെ പള്ളിപ്പുറത്ത് നിന്ന് കാണാതായ വിഷ്ണുജിത്ത്. വിഷ്ണുജിത്തിനായുള്ള അന്വേഷണത്തിൽ നിർണായകമായൊരു വിവരം ലഭിച്ചിരിക്കുന്നു. വിഷ്ണുജിത്ത് ഊട്ടിയിലെന്ന് സൂചന ലഭിച്ചു. വിഷ്ണുജിത്തിന്റെ ഫോൺ ഓണായിട്ടുണ്ട്. ഊട്ടിയിലെ കുനൂരിലാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. വിഷ്ണുജിത്തിനെ കാണാതായിട്ട് 6 ദിവസമാവുന്നു. വിവരങ്ങളുമായി അഷ്കർ അലി കരിമ്പ ചേരുന്നു. അഷ്കർ അലി കരിമ്പ, ഫോൺ ഓണായിട്ടുണ്ട്. ഈ വിഷ്ണുജിത്ത് അവിടെ എത്തി എന്നത് ഉറപ്പിക്കാനായിട്ടുണ്ടോ? കുടുംബാംഗങ്ങൾക്ക് അല്പം ആശ്വാസമുള്ള വാർത്തയാണ്. പാലക്കാടാണ് പൊങ്ങിയത് ഊട്ടിയിലെ കുനൂരിൽ. ഈ ചങ്ങാതി എവിടെ പോയി എന്നതിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ അഷ്കർ അലി? ഗുഡ് മോർണിംഗ്. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. എന്തായാലും വിഷ്ണുജിത്തിന്റെ യാത്ര അവന്റെ അറിവോടെ തന്നെയുള്ള മനഃപൂർവ്വമുള്ള ഒരു യാത്ര എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്ന നിഗമനം. വിഷ്ണുജിത്തിന് മറ്റ് അപായങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് കുടുംബത്തിന് വലിയ ആശ്വാസം തന്നെയാണ്. പക്ഷേ വിഷ്ണുജിത്ത് അവൻ നിൽക്കുന്നിടങ്ങളിൽ നിന്നും മറ്റിടങ്ങളിലേക്ക് മാറി പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെയൊക്കെ വിഷ്ണുജിത്ത് കോയമ്പത്തൂരിൽ എത്തി എന്നുള്ളതിന് പോലീസിന് കൃത്യമായ സ്ഥിരീകരണം ലഭിച്ചിരുന്നു. ഒരുപക്ഷെ ഇന്നലെ വൈകുന്നേരത്തിനകം തന്നെ വിഷ്ണുജിത്തിനെ കണ്ടെത്താനാകുമെന്നായിരുന്നു പോലീസിന്റെ പ്രതീക്ഷ. പക്ഷേ വാർത്തകൾ വന്നതോടെ, കോയമ്പത്തൂരിൽ വിഷ്ണുജിത്ത് ഉണ്ട് എന്നുള്ള വാർത്തകൾ വന്നതോടെ തന്നെ വിഷ്ണുജിത്ത് അവിടെ നിന്ന് മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് വിഷ്ണുജിത്ത് മേട്ടുപ്പാളയത്തിലേക്ക് പോയി. അതിനുശേഷമാണ് ഇപ്പോൾ ഊട്ടിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഊട്ടിയിലെ കൂനൂരിൽ വെച്ചാണ് ഇപ്പോൾ അവസാനമായി ഒരു തവണ വിഷ്ണുജിത്തിന്റെ മൊബൈൽ ഫോൺ ഓൺ ആവുകയും പിന്നീട് വിഷ്ണുജിത്തിന്റെ മൊബൈൽ ഓഫ് ചെയ്യുകയും ചെയ്തു. ഈ സമയങ്ങളിൽ വിഷ്ണുജിത്തിന് വരുന്ന ഫോൺ കോളുകൾ അത് മറ്റ് ഫോണുകളിലേക്ക് അല്ലെങ്കിൽ മറ്റ് നമ്പറുകളിലേക്ക് ഡൈവേർട്ട് ചെയ്തു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതായി ഇപ്പോൾ പോലീസ് സംശയിക്കുന്നുണ്ട്. എന്തായാലും വൈകാതെ തന്നെ വിഷ്ണുജിത്തിനെ കണ്ടെത്താനാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഒരു 10 അംഗ സംഘത്തെ പുതുതായി നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. മലപ്പുറം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഈ സംഘം പ്രവർത്തിക്കുന്നത്. ഈ സംഘം 2 ടീമുകളായി തിരിഞ്ഞുകൊണ്ടാണ് ഒരേ സമയം 2 ടീമുകളായി തിരിഞ്ഞുകൊണ്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു വിഷ്ണുവിനെ കിട്ടിയെങ്കിൽ പോലും അത് മറ്റൊരു കേസിലെ പ്രതിയായ വിഷ്ണു ആയിരുന്നു എന്നുള്ള ഒരു രസകരമായ സംഭവം അതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്ന് വിഷ്ണുജിത്തിനെ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ കണ്ടെത്താനാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് പോലീസുള്ളത്. പക്ഷേ വിഷ്ണുജിത്ത് ഓരോ സ്ഥലങ്ങളിൽ നിന്നും മറ്റിടങ്ങളിലേക്ക് മാറിപ്പോകുന്നതാണ് ഇപ്പോൾ പോലീസിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. അരുൺ, ഓക്കെ. എന്തായാലും വിഷ്ണു, 2 സാധ്യതകളല്ലേ ഉള്ളത്. ഈ കല്യാണത്തിന് താല്പര്യമില്ലാത്തത് കൊണ്ട് അഷ്കർ, ഈ വിഷ്ണുജിത്ത് പോകാനുള്ള സാധ്യത ഒന്ന്, കല്യാണത്തിന് താല്പര്യമില്ലാത്തത് കൊണ്ട് അദ്ദേഹം ആ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചു. പക്ഷേ അങ്ങനെ പറഞ്ഞാലും 5-6 വർഷമായി പ്രണയിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയോടൊരു വാക്ക് പറഞ്ഞിട്ട് പോകാമായിരുന്നു. അതല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക സമ്മർദ്ദം. ആ സാമ്പത്തിക സമ്മർദ്ദത്തോടെ കല്യാണത്തിന് പണമില്ലാത്തത് കൊണ്ട് പോയി. പക്ഷേ അപ്പോഴും 1 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ കയ്യിൽ സുഹൃത്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. ഇത് രണ്ടുമല്ലെങ്കിൽ മൂന്നാമതൊരു കാരണം, അത് എന്താണെന്നുള്ളത് വീട്ടുകാർക്കും അറിയില്ലല്ലോ അല്ലേ? അരുൺ, ഈ വിഷ്ണുവിൻ്റെ അച്ഛൻ ഇന്നലെ തന്നെ നമ്മളോട് പറഞ്ഞ കാര്യം വിഷ്ണു ഹാപ്പി ആയിരുന്നു എന്നുള്ള കാര്യമാണ്. ഒരു സമ്മർദ്ദങ്ങളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വിഷ്ണുവിൻ്റെ അച്ഛനടക്കമുള്ള കുടുംബാംഗങ്ങൾ പറയുന്നത്. മാത്രമല്ല, കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നത് തന്നെ വിഷ്ണു ആയിരുന്നു. അവസാനം പലചരക്ക് കടയിൽ സാധനങ്ങൾ ഏൽപ്പിച്ച് വെച്ചുകൊണ്ട് വൈകുന്നേരം ഞാൻ തിരിച്ചു വരുമ്പോൾ, പാലക്കാടാണ് ഞാനുള്ളത്, വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ താൻ എടുക്കാമെന്നുള്ള വിവരമടക്കം പലചരക്ക് കടക്കാരനെ അറിയിച്ച ശേഷമാണ് വിഷ്ണു ഇത്തരത്തിൽ അപ്രത്യക്ഷമാവുന്നത്. മാത്രമല്ല, വിവാഹത്തോട് താല്പര്യമില്ലാത്തൊരു സാഹചര്യമില്ല എന്നും കുടുംബങ്ങൾ പറയുന്നു. കാരണം കഴിഞ്ഞ 4 വർഷത്തോളമായി വിഷ്ണു പ്രണയിച്ചിരുന്ന വിഷ്ണുമായി ബന്ധത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ തന്നെയാണ് വിഷ്ണു ഇത്തരത്തിൽ വിവാഹം ചെയ്യാൻ പോകുന്നതും. അതുകൊണ്ട് അത്തരം ഒരു കാര്യങ്ങൾ ഉദിക്കുകയും ചെയ്യുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വിഷ്ണു അപ്രത്യക്ഷമായി എന്നുള്ള കാര്യത്തിൽ കുടുംബത്തിന് പോലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ പോലീസ് സംശയിപ്പിക്കുന്ന ഒരു സംശയം എന്ന് പറയുന്നത്, ഇത്തരത്തോളം പ്രണയത്തിലായിരുന്നെങ്കിൽ പോലും വിവാഹം എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയാത്ത സമ്മർദ്ദത്തിന് പുറത്താണ് സംശയമാണ് പോലീസ് ചിലർക്ക് കാണാറുണ്ട്. പ്രണയത്തിന്റെ ഒരു ഘട്ടമെത്തി വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ വല്ലാതൊരു ഭയം വരും. ഉത്തരവാദിത്വത്തിലേക്കാണല്ലോ കടക്കുന്നത് പറയുമ്പോൾ അതിൻ്റെ ഇടവേളയിൽ ഒളിച്ചോടാൻ ഒരു ടെൻഡൻസി ഉണ്ടാവുന്നതെന്ന് കേട്ടിട്ടുണ്ട്. വിഷ്ണുവിന് പക്ഷേ അങ്ങനെയാണോ നമുക്കറിയില്ല. വിഷ്ണു എന്താണെങ്കിലും കുനൂരിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിഷ്ണു ഉണ്ടെങ്കിൽ വിഷ്ണു നിങ്ങൾ തിരിച്ചു വരിക. നിങ്ങൾക്ക് എന്തുതരം സമ്മർദ്ദങ്ങൾ, ഈ കല്യാണം ഇപ്പോൾ ഉടനെ വേണ്ടേ, കുറച്ച് നാളത്തേക്ക് മാറ്റിവെക്കാം, അത്രയല്ലേ ഉള്ളൂ. ഇനി അതല്ല, ഈ കല്യാണത്തിന് മുമ്പ് ബാച്ചിലർ ലൈഫ് അവസാനം ഒന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കാഴ്ചയൊക്കെ കാണാൻ വേണ്ടി പോയതാണോ? പക്ഷേ കല്യാണത്തിന് ഉറപ്പിച്ചിട്ട് അങ്ങനെ ഒരു പോക്ക് എന്തായാലും വല്ലാത്തൊരു പോക്കായിപ്പോയി. വിഷ്ണു ഇത് കാണുന്നുണ്ടെങ്കിൽ വിഷ്ണു എത്രയും പെട്ടെന്ന് നിങ്ങൾ തിരിച്ചു വരിക. നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളുടെ പ്രണയിനിയും ഒക്കെ നിങ്ങളെ കാത്തിരിക്കുന്നു. അവരൊക്കെ വല്ലാതെ സങ്കടത്തിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തീർന്ന് ജീവിക്കുകയാണ് അവർ. വിഷ്ണു ഇപ്പോൾ കുനൂരിലെ തണുപ്പിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയില്ലല്ലോ, ഓരോ മനുഷ്യരും ഓരോ കഥയാണ്. നമ്മുടെ കഥ നമുക്ക് മാത്രം അറിയാം, മറ്റുള്ളവരുടെ കഥ അവർക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായും ഒന്നും സങ്കല്പിക്കാനാവുന്നില്ല. എന്തൊക്കെയോ സാധ്യതകളുണ്ട്. എന്താണ് സാധ്യത എന്ന് അങ്ങോട്ട് വ്യക്തമാവുന്നുമില്ല.